ജനാധിപത്യത്തിന്റെ അന്തസത്ത തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ നിറയിട്ട ഒരു രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ വാർത്തയാണ് തൃശൂരിൽ നിന്ന് വരുന്നത്. 15 വർഷത്തെ തുടർഭരണം അവസാനിക്കാതിരിക്കാൻ CPM ലീഗ് സ്വതന്ത്രനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതിന്റെ ശബ്ദരേഖ അടക്കം പുറത്തുവന്നത് രാഷ്ട്രീയ കേരളത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ ലീഗ് സ്വതന്ത്ര അംഗത്തിന് 50 ലക്ഷം രൂപ CPM വാഗ്ദാനം ചെയ്തുവെന്ന വാർത്ത ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടാകാൻ പോകുകയാണ്. കൂടെ നിന്നാൽ ഒന്നുകിൽ പ്രസിഡന്റ് ആക്കാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ നൽകാമെന്ന് CPM വാഗ്ദാനം ചെയ്തതായി പറയുന്ന ശബ്ദരേഖയടക്കമാണ് കോൺഗ്രസ് ഇന്നലെ പുറത്തുവിട്ടത്. കഴിഞ്ഞയാഴ്ച നടന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള സംഭവം ഇപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിടുന്നത്. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണ് എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. ഈ നാളെ നോക്കിക്കോ, നാളെ കാണാം. നാളെ കാണാം. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ ഇട്ട് പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ല. പിന്നെ നമ്മള് രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. അതുകൊണ്ടാ പറയണേ, ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഈ സംസാരിച്ചത് താൻ തന്നെയാണ് എന്ന് ജാഫർ എന്ന ലീഗ് സ്വതന്ത്ര അംഗം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തളി ഡിവിഷനിൽ നിന്ന് ലീഗ് സ്വതന്ത്രനായി വിജയിച്ചിരുന്ന EU ജാഫറാണ് വിവാദ പുരുഷൻ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDFും UDFും 7 സീറ്റുകൾ വീതം നേടി തുല്യ നിലയിലെത്തിയിരുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാതെ നറുക്കെടുപ്പിലൂടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ അട്ടിമറിയിലൂടെ CPM നേടുകയുമായിരുന്നു. ലീഗ് സ്വതന്ത്രനായി വിജയിച്ച EU ജാഫർ കൂറുമാറി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്തു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതോടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും LDFനായി. തൊട്ടുപിന്നാലെ ജാഫർ രാജിവെച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കുതിര കച്ചവടത്തിലൂടെയാണ് CPM ഡീൽ ഉറപ്പിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുള്ളത്. ജാഫറും കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയുമായി നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് ജാഫർ മുസ്തഫയോട് പറയുന്ന ശബ്ദ സംഭാഷണം പുറത്തുവിട്ട് വടക്കാഞ്ചേരിയിൽ അധികാരം പിടിച്ച CPMന്റെ കുതിര കച്ചവട തന്ത്രമാണ് കോൺഗ്രസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലൈഫ് സെറ്റിലാക്കാൻ ഓപ്ഷൻ കിടക്കുന്നു. 2 ഓപ്ഷനാണ് ഉള്ളത്. 1-2 രൂപയല്ല, 50 ലക്ഷമാണ് ഓഫർ കിടക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പദവിയാണ്. 2-1 തെരഞ്ഞെടുക്കാം. ഞാൻ 50 ലക്ഷം വാങ്ങി ലൈഫ് സെറ്റിലാക്കാൻ തീരുമാനിച്ചുവെന്ന് ജാഫർ ഫോണിൽ മുസ്തഫയോട് പറയുന്നുണ്ട്. ലീഗിന്റെ കൂടെ നിന്നാൽ നറുക്കെടുപ്പിലെ പ്രസിഡന്റ് ആകാൻ പറ്റൂ, അതും ഭാഗ്യമുണ്ടെങ്കിൽ. ഇതാകുമ്പോൾ ഒന്നും അറിയേണ്ട, നമ്മൾ അവിടെ പോയി കസേരയിൽ ഇരുന്നാൽ മാത്രം മതിയെന്നും ജാഫർ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചുവെന്ന് സമ്മതിച്ച ജാഫർ പക്ഷേ തമാശ രൂപേണ പറഞ്ഞതാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. വാർത്തയോട് CPM ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 2010 മുതൽ 15 വർഷമായി LDF ആണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. 2020 13 സീറ്റുകളിൽ 11 LDF നേടി അധികാരത്തിലെത്തിയ സ്ഥലത്ത് ഇക്കുറി LDFന് ലഭിച്ചത് വെറും 7 സീറ്റ്. 7 UDF നേടി തുല്യനിലയിലായി. ഇതാണ് ഭരണം നിലനിർത്താൻ കുതിര കച്ചവടത്തിന് വഴിവെച്ചത് എന്ന് കരുതുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ മുൻ ജില്ലാ സെക്രട്ടറിയുമായ KV നഫീസയാണ് ജാഫറിന്റെ വോട്ടിലൂടെ വിജയിച്ച് പ്രസിഡന്റായത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട UDFിലെ PI ഷാനവാസാണ് ഫോൺ സംഭാഷണം പുറത്തുവിട്ടത്. ഇത് ജാഫർ താനുമായി സംസാരിച്ചത് തന്നെയാണ് എന്ന് മുസ്തഫയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഫോണിലൂടെ തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങളാണ് അതെന്നാണ് ജാഫറിന്റെ വാദം. ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിലെയും കരുവന്നൂർ സഹകരണ ബാങ്കിലെയും സാമ്പത്തിക
സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സമാഹരിച്ച ലക്ഷക്കണക്കിന് രൂപ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ CPM ഉപയോഗിക്കുകയാണ് എന്ന് PI ഷാനവാസ് പറയുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് 300 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ്. ഇത്രയും തുക തട്ടിയെടുത്തിട്ട് അവിടുത്തെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ CPMന് സാധിച്ചിട്ടില്ല. അപ്പോഴും രാഷ്ട്രീയ കുതിര കച്ചവടത്തിലൂടെ ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ CPMന് പണമുണ്ട് എന്നും തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണമാണ് ഇതെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ അനിൽ അക്കര DGPക്കും വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. പരാതി ലഭിച്ചതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചു. അധികാരമോഹം മാത്രമുള്ള ഇന്നത്തെ CPM ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യുമെന്നാണ് വടക്കാഞ്ചേരിയിലെ കുതിര കച്ചവടം തെളിയിക്കുന്നത്. 15 വർഷമായി CPM ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് വടക്കാഞ്ചേരി. അവിടെ ഭരണം നഷ്ടപ്പെടുന്നു എന്ന തോന്നലുണ്ടായപ്പോഴാണ് കുതിര കച്ചവടത്തിന് CPM തയ്യാറായത്. ഇതേ CPM ആണ് സ്വന്തം പാർട്ടിക്കെതിരെ വിമതിയായി മത്സരിച്ച സ്ഥാനാർത്ഥിയെ പ്രസിഡന്റാക്കാൻ വോട്ട് ചെയ്ത മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങളെ ചതിയന്മാരാക്കി മുദ്രകുത്തുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് CPMന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാകുകയുള്ളൂ. മറ്റത്തൂരിൽ കോൺഗ്രസ് അംഗങ്ങൾ വിമതിയെ പിന്തുണച്ചപ്പോൾ BJPയും അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അവരാരും രാജിവെക്കുകയോ BJPയിൽ അംഗത്വമെടുക്കുകയോ ചെയ്തിരുന്നില്ല. ഇക്കാര്യം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ മുതൽ പ്രതിപക്ഷ നേതാവ് വരെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും CPM ഇപ്പോഴും അവരെ വഞ്ചകന്മാരായി മുദ്രകുത്തുകയാണ്.